കുറച്ച് കഴിഞ്ഞിട്ട് കാണാട്ടോ. ഇന്ന് എങ്ങനെങ്കിലും മഷി ഇട്ടിട്ടാണെങ്കിലും നിന്റെ മാമിനെ കണ്ടെത്തണം. അതുകൊണ്ടാ അച്ഛനെ തന്നെ വരണ്ടാന്ന് പറഞ്ഞേ. അച്ഛനെയും കൂട്ടി വന്നു കഴിഞ്ഞാലേ ചിലപ്പോ നിന്റെ മാമൻ നമ്മൾ അടുപ്പിക്കത്തില്ല. ഇതാകുമ്പോ ഞാനും നീ ഒറ്റയ്ക്കാന്ന് പറഞ്ഞാലേ മാമൻ അങ്ങനെ ഒറ്റയ്ക്കൊന്നും വിടത്തില്ല. അവന്റെ കൂടെ തന്നെ കൊണ്ടുപോകും. അപ്പൊ പിന്നെ നമുക്ക് എളുപ്പം മാമിനെ കണ്ടുപിടിക്കാൻ കേട്ടാ. മാമനെ കാണാൻ തന്നെ പോണേ. മാമനെ മാത്രല്ല കൂടെ തന്നെ ഇന്ന് മാമിനെ നമ്മൾ കണ്ടുപിടിക്കും. എന്തേ ഓക്കേ അല്ലേ? അല്ല ഇവനെവിടെ പോയി കണ്ടുപിടിക്കാനാ? വിളിച്ചാ വേണ്ട വേണ്ട, വിളിച്ചാ അവൻ എന്തായാലും ഡൗട്ട് തോന്നും. അറിയാതെ കണ്ടുമുട്ടിയ പോലെ കണ്ടുമുട്ടണം, എന്നാലേ അവൻ വിശ്വസിക്കത്തുള്ളൂ. ആയിരക്കുട്ടി മാമനെ പോയി നോക്കാം. പോവാട്ടോ. ഇപ്പൊ കാണുന്നുണ്ടോ? ഓ ഈ പെണ്ണിന്റെ ഒരു കാര്യം ഇങ്ങോട്ട് നോക്കണേ. ഇപ്പൊ കാണുന്നുണ്ടോ? ഋഷി എന്താ മച്ചാ? അത് നമ്മള് പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. അയ്യോ ഞാനിപ്പോ ബിസി ആണല്ലോ മച്ചാ. ഞാൻ വന്നു കഴിഞ്ഞാ ഈ 3 ഗേൾസിനെ ആര് നോക്കാനാ? എന്നെ ഏൽപ്പിച്ച് വിട്ടേക്കുന്നതാ. ഞാൻ വന്നു കഴിഞ്ഞാലേ ഈ വിറ്റങ്ങൾ എവിടെങ്കിലും പോയി കഴിഞ്ഞാ ഞാൻ വേണം ഉത്തരം പറയാൻ. അതുകൊണ്ട് നമുക്ക് പിന്നീട് ഒരു ദിവസം ആക്കാം. പിന്നീടത്തേക്കൊന്നും വെച്ച് നിൽക്കാൻ പറ്റത്തില്ലെന്നേ. എനിക്കാണെങ്കിൽ അത്ര കൺട്രോൾ ഇല്ല. അതുകൊണ്ട് ചുമ്മാ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് തിരിച്ചെത്താന്നേ. ഒന്ന് വാ ഋഷി. ഷോ ഈ ഗേൾസ് മാത്രം എന്റെ ഫാൻസ് എന്ന് വിചാരിച്ചാ ഇപ്പൊ മച്ചാൻ എന്റെ ഫാൻ ആയോ? എന്ത് ചെയ്യാനാ? ഇതിനാ പറയണേ ഇതിനൊക്കെ ഒരു രാജയോഗം വേണമെന്ന്. അതെ അതെ, നിനക്കാ യോഗം കൂടിപ്പോയതിന്റെ കേടാ. എന്താ മച്ചാ? അത് ഐ കാൻ വെയിറ്റ് എന്ന് പറഞ്ഞതാ. നീയൊന്ന് വന്നിരുന്നെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് വരായിരുന്നു. എന്തായാലും മച്ചാൻ ഇങ്ങനെ ആഗ്രഹം പറഞ്ഞിട്ട് ഞാൻ വന്നില്ലെങ്കിൽ മച്ചാൻ അത് വിഷമാവത്തില്ലേ? എന്തായാലും ഞാൻ വരാട്ടോ. ഓ ഋഷി നിന്റെ കാര്യം കേട്ടാ പോകാം. എന്തോ അടിപൊളി സംഭവം നടക്കാൻ പോണെന്ന് തോന്നുന്നു. അല്ലേലും ഈ ഋഷി കാരണത്തിന്റെ കേടുണ്ടായിരുന്നു. എന്തായാലും അത് ഗോതമ്പ് ബ്രോന്റെ കയ്യിൽ തന്നെ ആയ അത്രയും സന്തോഷം. ഒരു കല്ലില് 2 മാങ്ങാണ് ഇതിനാ പറയണെന്ന് തോന്നുന്നു. ഗോതമ്പ് ബ്രോന്റെ കലിപ്പ് കാണുകയും ചെയ്ത് ഋഷി ഇന്നൊരു പറവാവുകയും ചെയ്യും. എന്തായാലും എന്താ ആ ഋഷിയും ജോലിയും കൂടെ ഇന്ന് തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നാട്ടിലേക്ക് ഓടിയാ മതി. അത് മതി എനിക്ക്. ഓ താങ്ക് യു ഗോതമ്പ് ബ്രോ, താങ്ക് യു സോ മച്ച്. ഫൈനലി ഞങ്ങൾക്ക് ഗോതമ്പ് ബ്രോന്റെ കലിപ്പ് കാണാൻ പറ്റിയല്ലോ. ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ദേ ഈ ഇരിക്കുന്ന തമ്പുരിനോടാ. പാവ ഋഷി, അവന്റെ കാര്യം എന്താവോ എന്തോ. അല്ല ഈ ഗോതമ്പ് ഇപ്പൊ എന്തിനാ ഋഷിനെ കൊണ്ടുപോയേ? ഇനിയിപ്പോ ഹേയ് അങ്ങനൊന്നും ആവത്തില്ല. ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ടിട്ട് അവന് അസൂയ തോന്നി കാണും. അതുകൊണ്ട് കൂട്ടി കൊണ്ടുപോയതായിരിക്കും, അല്ലാതെ വേറൊന്നും ഉണ്ടാവത്തില്ല. എന്താ തമ്പുരോ എന്ത് പറ്റി? അല്ല ഈ ഋഷിനെ ഗോതമ്പ് ഇപ്പൊ എന്തിനാ കൂട്ടി കൊണ്ടുപോയേ? മണിക്കുട്ടൻ ചേട്ടൻ നമ്മളെ അവരെ ഏൽപ്പിച്ചിട്ടല്ലേ പോയേ. ഇപ്പൊ അവരെ കൊണ്ടുപോയാലെങ്ങനെ? അതൊക്കെ അവൻ വയറ് നിറച്ച് കഴിച്ചിട്ടൊന്ന് പോരുന്നേ. കഴിക്കേ പിന്നെ ഗോതമ്പ് ബ്രോ അവനെ വയറ് നിറച്ച് കൊടുക്കാനല്ലേ കൊണ്ടുപോയേ? എന്താണ് മോളെ? ഇതിലെന്ത് സംശയം? ഗോതമ്പ് ബ്രോ അവനെ വയറ് നിറച്ചിട്ടേ ഇനി ഇങ്ങോട്ട് പറഞ്ഞയക്കത്തുള്ളൂ. എടി എന്തോന്നടി നിങ്ങള് എന്താ ഈ പറയുന്നേ? കഴിക്കുന്ന കാര്യത്തിനെ പറ്റി പറഞ്ഞതാ. അല്ലേലും കഴിച്ചാലല്ലേ വയറ് നിറയത്തുള്ളൂ. അപ്പൊ പിന്നെ ഗോതമ്പ് ബ്രോ അവനെ നല്ലോണം കഴിപ്പിച്ചിട്ടേ ഇങ്ങോട്ട് വിടത്തുള്ളൂ. നീ വെറുതെ worried ആവണ്ട. അല്ല നിനക്ക് വേറെന്തെങ്കിലും പേടിയുണ്ടോ? വേറെന്ത് പേടി? എനിക്കെന്ത് പേടി? അതൊന്നുമില്ല, ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. ഞങ്ങളും പറഞ്ഞെന്നേ ഉള്ളൂ. ഗൗതം നിക്ക അലക്സേ, ഞാനന്ന് എന്റെ അളിയനെ പരിചയപ്പെട്ടിട്ട് വരട്ടെ. ചെല്ല്, പെട്ടെന്ന് വന്നേക്കണേ, ഞാനിവിടെ ഉണ്ടാവും. ഓക്കേടാ. അല്ല നമ്മളെവിടെയാ നിർത്തിയേ? അല്ല എനിക്ക് രാജയോഗ എന്ന് പറയാന്നേ. അല്ല ഗേൾസ് മാത്രം എന്റെ ഫാൻസ് എന്ന് വെച്ചാ ഇപ്പൊ ബ്രോയും കൂടെ എന്റെ ഫാൻ ആയില്ലേ? അതാ. ഫാൻസ് ആണോ ഫാൻ ആണോന്നൊക്കെ പിന്നെ കണ്ടറിയാന്നേ. എന്താ ബ്രോ? ഹേയ് ഒന്നുമില്ല, ഫൺ ഫൺ ഫണ്ണിന് പറഞ്ഞതാ. അല്ല ചെന്നൈയില് എന്താ പരിപാടി? 10th കംപ്ലീറ്റ് ചെയ്ത് ഇനി +1 ആ. നമ്മളൊക്കെ ഒറ്റ കാറ്റഗറി ആണല്ലോ അല്ലേ? യാ നമ്മളെല്ലാരും ഒരേ കാറ്റഗറിയാ. അല്ല ഋഷിനെ കണ്ട പറയാണ്ടിരിക്കാൻ വയ്യ. ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാവിയൊക്കെ ഋഷിക്കുണ്ട്. ഓ റിയലി ബ്രോ? ബ്രോ സത്യമാണോ പറയുന്നേ? ഓഫ് കോഴ്സ് ഞാനും ചെറുതായിട്ടൊക്കെ അഭിനയിക്കും. പക്ഷേ എന്നെക്കാട്ടൊക്കെ ഇടുവാ ബ്രോന്റെ അഭിനയം. റിയലി ബ്രോ? എന്നോട് ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരാൾ പറയുന്നേ. അപ്പൊ ബ്രോ
ഷാറൂഖ് ഖാനോ ഒരു സൽമാൻ ഖാനോ ആവാനുള്ള ചാൻസ് ഉണ്ടെന്നല്ലേ? ഓഫ് കോഴ്സ്. അല്ല ബ്രോ പറഞ്ഞല്ലോ ബ്രോ അഭിനയിക്കുന്നേ. ശരിക്കും? അതെടാ, ഞാനേ നന്നായിട്ട് അഭിനയിക്കും. കാണണോ? ഇതെന്ത് ചോദ്യാ? ഇനി ഭാവിയിലെ ഷാറൂഖ് ഖാനും സൽമാൻ ഖാനൊക്കെ ആവാൻ പോയില്ലേ ഞാന്. അപ്പൊ പിന്നെ ഇത് എനിക്കൊരു ടിപ്പാവത്തില്ലേ ഭാവിയിലേക്ക്? എന്നാലേ ടിപ്പ് ഇപ്പൊ കാണിച്ചരാവേ. ഐ എം വെയിറ്റിംഗ് ബ്രോ. ഇവിടുന്ന് വേണ്ട, ആൾക്കാർ ഞെട്ടും. നമുക്കേ കുറച്ച് മാറി നിന്നിട്ടാവാം. ഓഫ് കോഴ്സ്. അവനുള്ള കുഴി അവനായിട്ട് തോണ്ടണേ. ഇതില് ഞാൻ എന്ത് പറയാനാ? എന്തായാലും അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാ, അല്ലാതെ എന്ത് ചെയ്യാനാ? ഇപ്പൊ ഹാപ്പി ആയോ? പിന്നെ അല്ലാണ്ട്. എടി എന്നാ പിന്നെ ഇത് ആദ്യം പറഞ്ഞാ പോരായിരുന്നോ? നീ പറഞ്ഞിട്ട് ഞാൻ ഇതിൽ ചെയ്യാണ്ടിരിക്കോ? അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് നീ ചെയ്യുവാണെങ്കിലേ അതിലൊരു ഹരം കാണത്തില്ലെന്നേ. ഓ ആയിക്കോട്ടെ. എന്തേ നിനക്ക് വളരെ ഇഷ്ടപ്പെട്ടോ? നല്ല ഇഷ്ടായി. എന്നാ പോവാം. പോവാ. എന്തേ? അല്ല, അത് അഞ്ജലി ചെറിയമ്മന്റെ ഫ്രണ്ട് ഗായത്രി ചേച്ചിയല്ലേ? അതായത് ഗൗതമിന്റെ ചേച്ചി. ആണെങ്കിലും ഇപ്പൊ എന്താ? ആശോ, നമ്മളെ കണ്ടിട്ടുണ്ടാവോ? അല്ല, ആരൊക്കെയാ ഇത്? ഗായത്രി ചേച്ചി, എന്നെ ഓർമ്മയൊക്കെ ഉണ്ടോ? ഞാൻ കരുതി നിങ്ങൾ എന്നെ മറന്നു കാണുന്നേ. അയ്യോ, അതെങ്ങനെ മറക്കാനാ ചേച്ചി? അല്ല, ചേച്ചി എപ്പോഴാ വന്നേ? ഇപ്പൊ വരുന്ന വഴിയാ. അല്ല ചേച്ചി, ഒറ്റയ്ക്കാണോ വന്നേ? അല്ലെങ്കിൽ ആന്റിയും അങ്കിളും ഗൗതമൊക്കെ വന്നിട്ടുണ്ടോ? അതിന് അച്ഛൻ ഇവിടെ ഇല്ലേടി? അച്ഛനെ വിദേശത്തല്ലേ? സോറി ചേച്ചി, ഞാൻ ആ കാര്യം മറന്ന്. അതാ. അല്ല ചേച്ചി ഒറ്റയ്ക്കാണോ വന്നേ? ഒറ്റയ്ക്കല്ല, പക്ഷേ ഒറ്റയ്ക്കാണ്. അയ്യോ, അതെന്താ അങ്ങനെ? അത് ഗൗതമും ഇവിടെ അവന്റെ ഫ്രണ്ടിന്റെ കൂടെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാനാണെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ വന്നത്. ചേട്ടൻ എന്നെ ഇവിടെ ഇറക്കി തന്നിട്ട് പോയെന്നേ. അതാ എന്റെ അനിയനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ആരില്ലല്ലോ, ഞാനും അവനും മാത്രമേ ഉള്ളൂ. അവനാണെങ്കിൽ കണ്ടിട്ടുമില്ല. അതാ അങ്ങനെ പറഞ്ഞേ. ഓ അത് ശരി, അപ്പം ഗൗതം ഇവിടെ വന്നിട്ടുണ്ടല്ലേ? അവനും അലക്സും കൂടെ വന്നിട്ടുണ്ട്. അത് ശരി, ഞങ്ങൾ കുറെ നേരം ഇവിടെ എത്തിയിട്ട് അവരെ കണ്ടില്ല. അതാ. നിങ്ങള് കണ്ടില്ലേ? ഹേയ് ഇല്ല ചേച്ചി. അല്ല, ഭാവന്റെ പേരെന്തുവാ? ഐറ. ആഹാ, നല്ല പേരാണല്ലോ. അല്ല ചേച്ചി, ഭാവയ്ക്ക് ഇപ്പൊ എത്രയായി? അവക്ക് 2 വയസ്സാവാൻ പോന്ന്. ഭാവേ, മാമനെ തേടി വന്നതാണോ? അവളെ മാമന്റെ മോളാ. ഏതു നേരം അവന്റെ പിന്നാലേക്കും. അതാ അവനെ കാണാഞ്ഞിട്ട് തേടാ. ഓ അത് ശരി. എന്നാ വരൂ ചേച്ചി, നമുക്ക് ഒരുമിച്ച് പോയി തേടാം. ഞങ്ങളും ബോറടിച്ച് നിൽക്കുവാ. പാരന്റ്സ് ആരും വന്നിട്ടില്ലേ, ഞങ്ങൾ ഒറ്റയ്ക്ക് വന്നത്. ഓ അത് ശരി, ഇതിപ്പോ എനിക്ക് നിങ്ങളൊരു കൂട്ടായല്ലോ. എന്തായാലും വന്നത് നന്നായി. എന്നാ പോവാം ചേച്ചി. പോവാ. ബ്രോ നിർത്തടാ. ബ്രോ എങ്ങനെ നിനക്ക് രാജയോഗ അല്ലേ? ഇന്ന് ആ രാജയോഗത്തിന് കിട്ടുന്നതൊക്കെ വേടിച്ച് കൂട്ടിട്ട് പോയാ മതി. മിണ്ടി പോവരുത്. എങ്ങനെ നിനക്ക് മയിലിനെ കുയിലിനൊക്കെ കാണിക്കാൻ എന്റെ പെണ്ണിനെ കിട്ടിയല്ലോ. ബ്രോ അവളെ എന്റെ പെണ്ണാ, എന്റെ കാന്താരി. ഇനി നിന്റെ രാജയോഗത്തിന്റെ കഥയും പറഞ്ഞ് അവളടുത്ത് ചേർന്നുണ്ടല്ലോ, പിന്നെ മേലാലെ നിന്റെ രാജയോഗത്തിനെ പറ്റി പറയാനേ അങ്ങനെ ഒരു യോഗം തന്നെ ഇല്ലാണ്ടാക്കും പറഞ്ഞേക്കാം. അവന് പോട്ടെ പൈങ്കിളിന്റെ കസിൻ അല്ലേ, വേണ്ടെന്ന് വിചാരിക്കുമ്പോ അങ്ങ് തലയെ കേറുവാ. ഇനി മേലാലെ എന്റെ കാന്താരിന്റെ 7 അയലത്ത് കണ്ടുപോയത് കേട്ടോ? കേട്ടു ബ്രോ. അവളെ എന്റെ പെണ്ണാ, മനസ്സിലായോ? ബ്രോ എല്ലാം മനസ്സിലായി. ഇതെന്തോന്ന് അന്യനിൽ നിന്ന് അമ്പയിലേക്ക് മാറിയതോ? എന്താ മിനി ഷാറുഖ് ഖാൻ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നേ? അല്ല ബ്രോ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഓഫ് കോഴ്സ്. നീ അല്ലാതെ വേറെ ആര് ഡൗട്ട് ചോദിക്കാനാ? ഭാവിയിലെ ഷാറുഖ് ഖാനെ? ബ്രോ ഇപ്പോ അന്യനാണോ അതോ അമ്പയോ? വാട്ട് എ ഫൺ. ഞാൻ ഇതുകൊണ്ടാ പറഞ്ഞേ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്ന്. അല്ല എന്റെ മിനി ഷാറുഖ് ഖാനെ, ഇത്ര നേരം ഞാൻ ട്രയൽ കാണിച്ചതൊക്കെ നീ സത്യമാണെന്നാണ് വിചാരിച്ചേ? ട്രയൽ കാണിച്ചതോ? അതിനു വേണ്ടിയല്ലേ ആളില്ലാത്ത സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ ആദ്യം പറഞ്ഞേ? മൈ ഗോഡ്, അപ്പോ ബ്രോ ഇത്ര നേരം അഭിനയിച്ചതാണോ? ഓഫ് കോഴ്സ് ബ്രോ. അല്ല, എന്റെ അഭിനയത്തിനെ പറ്റി ബ്രോന്റെ അഭിപ്രായം? ഒന്നും പറയാനില്ല ബ്രോ. ഒരു നിമിഷം ഞാൻ എന്നെ അങ്ങ് കിടുങ്ങി പോയെന്നേ.
എന്തായാലും ബ്രോ ഒന്ന് ഉറപ്പാ, ഭാവിയില് ഞാൻ മിനി ഷാറുഖ് ഖാൻ ആവുന്നോ സൽമാൻ ഖാൻ ആവുന്നോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ബ്രോ എന്തായാലും എനിക്കൊരു വെല്ലുവിളിയാവും, അതുറപ്പാ. അതുറപ്പല്ലേ? അല്ല ബ്രോ, ട്രയലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് റിലീസ് ആക്കിക്കൂടെ? ഓ സോറിയടാ, അത് ആ ഒരു ഫ്ലോയില്. ഇറ്റ്സ് ഓക്കെ ബ്രോ. എന്നാ പോവാം. യാ ബ്രോ. ആ പിന്നെ ട്രയൽ കാണിച്ചില്ലേ, അതില് ചെറിയൊരു മിസ്റ്റേക്ക് തിരുത്തണം. എന്താ ബ്രോ, ബ്രോ അഭിനയിച്ചതില് ഒരു മിസ്റ്റേക്കും എനിക്ക് തോന്നിയില്ലല്ലോ. അല്ല മിസ്റ്റേക്ക് ഒന്നുമില്ല, ഒരു റിയാലിറ്റി ഒളിഞ്ഞിരിപ്പുണ്ട്. റിയാലിറ്റിയോ? എന്താ ബ്രോ? അവളെ എന്റെ പെണ്ണാ, സോ ഈ മയിലിനെയും കുയിലിനെയും കാണിക്കണതൊന്നും അവളെടുത്ത് വേണ്ട. ഓക്കേ? എന്താ മച്ചാ എങ്ങനെ നോക്കുന്നേ? ഇനി നമ്മള് കട്ട ഫ്രണ്ട്സ് ആയ സ്ഥിതിക്ക് ഇതൊക്കെ നിന്നോട് ഷെയർ ചെയ്യാതെ ആരോട് ഷെയർ ചെയ്യാനാ? അല്ല നീ തന്നെ പറഞ്ഞേ, നിന്റെ ചങ്കല്ലേ ഇപ്പൊ ഞാനേ. ആ അതെ അതെ, എന്റെ ചങ്ക. ആ അപ്പോ ചങ്കിന്റെ പ്രണയം ചങ്കില് സൂക്ഷിക്കേണ്ടത് ആരെ കടമയാ? എന്റെ കടമ. ആ അപ്പൊ എന്റെ മക്കളെ, ചങ്കിന്റെ പ്രണയം ചങ്കില് സൂക്ഷിച്ചിട്ട് വേണം ഇനി ഓരോ പ്രവൃത്തിയും ചെയ്യാൻ. ഓക്കേ? ആ ഓക്കേ ബ്രോ. ഐ ലവ് യു മച്ചാ. വെറുതെ അല്ല മച്ചാൻ ഇങ്ങനെ പറഞ്ഞെടുക്കുന്നേ, മച്ചാന് രാജയോഗാന്ന്. അത് ശരിക്കും സത്യാട്ടോ. അതുകൊണ്ടല്ലേ മച്ചാനെ കണ്ടപ്പോ തന്നെ ഞാനെന്നെ ഫ്ലാറ്റ് ആയേ. മച്ചാനെ വെറു യോഗല്ല, രാജയോഗ. അതെ അതെ, അതുകൊണ്ടല്ലേ എന്റെ രാജയോഗം ഇപ്പൊ എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നേ. What a fun! ബ്രോന് നല്ലൊരു ഭാവിയുണ്ട്. അല്ല എന്നാലും ഇവരെവിടെ പോയിട്ട് വന്നതായിരിക്കും? ബ്രോ ഇങ്ങനെ നിന്നോണ്ടിരുന്നല്ലേ കാലൊക്കെ വേദനിക്കില്ലേ? വാ വന്നിരിക്കേ. വയറ് നിറച്ചും കെട്ടിയിട്ടുണ്ട്. അല്ല ഇവനിപ്പോ എന്തിനാ ഇവനെ സൽക്കരിക്കുന്നേ? ഏയ് അതൊന്നും വേണ്ട മച്ചാ, പാവം നീ എനിക്ക് ക്ഷണിച്ചിട്ടുണ്ടാവാ. നീ ഇരുന്നോന്നേ. അയ്യോ എനിക്ക് ഇരിക്കാൻ ഇവിടെ ഇനി കുറെ സീറ്റ് ഉണ്ടെന്നേ. ബ്രോ വാ വന്നിരിക്കേ, പാവം നടന്ന് നടന്ന് ടയേർഡ് ആയിട്ടുണ്ടാവത്തില്ലേ? വാ ബ്രോ. പച്ചക്കളി മാറി കൊടുക്ക്, ബ്രോ ഇരിക്കട്ടെ. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നേ? ഞാനൊന്ന് പ്ലാൻ ചെയ്യുമ്പോ നേരെ തിരിച്ചാണല്ലോ. അല്ല ഈ കൃഷിക്ക് പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? ഇവനെന്തിനാ ഇവനിങ്ങനെ താങ്ങുന്നേ? എങ്ങനെയോ ഇവന്റെ റൂട്ട് ക്ലിയർ ആയല്ലോ. ഇനിയിപ്പോ ധൈര്യമായിട്ട് എന്റെ റൂട്ടിലേക്കുള്ള വഴി അവനോട് ചോദിക്കാലോ. നീ മനസ്സ് കണ്ടാലേ ഞാനത് മാനത്ത് കാണും. ശരിക്കും നിന്റെ ചോദ്യം കേട്ടോ തോന്നും എന്തോ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ഋഷിനോട് അങ്ങനെയൊക്കെ സംസാരിച്ചെന്ന്. എനിക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. അല്ല നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ഞാൻ നിന്റെ ആരാ? നീ ദേഷ്യം പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും എനിക്കെന്താ? വെയിറ്റ്, ഇതൊന്നും ഞാനിപ്പോ പറഞ്ഞില്ലല്ലോ. അത് ഇനി അടുത്തതാണ് പറയാൻ പോകുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. അതാ ഞാൻ മുൻകൂട്ടി പറഞ്ഞത്, അല്ലാതെ വേറൊന്നല്ല. പൈങ്കിളി വാ പോവാ. ഗൗതം, എന്താടാ? ചിന്നു. ബ്രോ എന്നാ പിന്നെ കാണാട്ടോ, ഞാനും പോവാണേ. ആ ഓക്കേടാ. കുട്ടി. അല്ല ചേച്ചി, ചേച്ചി എപ്പോഴാ വന്നേ? ഞാൻ വന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാൻ വരുന്നേ തൊട്ട് മുൻപേ അവന്റെ അടുത്ത് ഒരു പെൺകുട്ടി ഇരുന്നില്ലേ, അതാരാ? അലക്സേ, അങ്ങനെ ആരെങ്കിലും എന്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നോ? ഹേയ് ഇല്ലല്ലോ ചേച്ചി, ചേച്ചിക്കത് തോന്നിയതാവും. ഞങ്ങളടുത്ത് ഒരു ചെറുക്കനായിരുന്നേ. അലക്സേ, അവന്റെ കൂടെ ചേർന്ന് കള്ളം പറയില്ലേ. ഞാൻ എന്റെ രണ്ട് കണ്ണോണ്ട് കണ്ടതാ. ഒരു പെൺകുട്ടി മാത്രമല്ല, കൂടെ രണ്ട് പെൺപിള്ളേരുണ്ടായിരുന്നു. പക്ഷേ അതിലൊരുത്തിന്റെ തോളത്താ ഇവൻ കൈയിട്ടിരിക്കുന്നത് കണ്ടേ. പക്ഷേ ഈ മരത്തിന്റെ മറവില് പെൺകുട്ടിന്റെ മുഖം കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാ ചോദിക്കുന്നേ, സത്യം പറഞ്ഞോ? അയ്യോ അങ്ങനൊന്നും ഇല്ല ചേച്ചി, അത് ചേച്ചിക്ക് തോന്നിയതാവും. ഞങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നേ. ഇപ്പൊ അവന്റെ അമ്മ വിളിച്ചപ്പം അവൻ അങ്ങോട്ട് ഗണയിച്ചു പോയതാ. അവനക്കാണെങ്കിൽ അത്യാവശ്യം കുറച്ച് മുടിയുണ്ടെന്നേ, അതുകൊണ്ട് ചേച്ചിക്ക് തോന്നിയതായിരിക്കും. പിന്നെ നിങ്ങളെ ഫ്രണ്ട് പട്ടുപാവാടി കൂടി ഇട്ട് നടക്കുവല്ലേ? അത് എന്തേ പട്ടുപാവാട ഇട്ട് നടന്നൂടെ? അതൊക്കെ അവനവന്റെ താല്പര്യല്ലേ? പൊന്നു എന്തോന്നടത്? നിന്റെ ചേച്ചിയല്ലേ ചോദിക്കുന്നേ? അല്ല അമ്മക്കൊക്കെ പറയാന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാലെന്താ? നീ ജനിച്ച അന്ന് മുതല് നിന്നെ ഇന്ന് വരെ ഒരു കാര്യത്തിൽ വിട്ടുകൊടുത്തിട്ടില്ല. അമ്മന്റെ അടുത്ത് നിനക്ക് കിട്ടുന്ന അടി ഫുള്ള് മേടിച്ചു കൂട്ടുന്ന ഞാനാ. ഇതുവരെയും നിനക്കൊരു പാല പോലും വെച്ചിട്ടില്ല. ഏത് നേരവും പൊന്നു പോലെയല്ലേ നോക്കുന്നേ. ഇപ്പൊ നോക്കിയേ, അയറനെ പോലെ തന്നെയല്ലേ നീ എനിക്ക്. നിങ്ങൾ രണ്ടുപേരും എന്റെ പിള്ളേരെ പോലെ തന്നെയാ. ഒന്ന് പറയടാ എന്താ? അച്ചടാ, എന്തിനാടി ഇപ്പൊ
ഞങ്ങള് എയർപോർട്ടിലേക്ക് പോവാ. എയർപോർട്ടിലേക്കോ? എന്തിന്? പെട്ടെന്ന് അങ്ങോട്ട്. അല്ല, അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ചിന്ന ചേച്ചി എന്റെ കസിൻസ് വരുന്നുണ്ട്, അവരെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവാ. ഞങ്ങള് ആന്റീനോട് വിളിച്ചു പറഞ്ഞതാ. ഓ, അത് ശരി. അതുകൊണ്ടേ മോള് വേഗം അളേനെ വിളിച്ചോ. ഞാന് അളേന്റെ അടുത്ത് ആക്കി തന്നിട്ടേ പോകുന്നുള്ളൂ. നീ പോണെങ്കിൽ പോ, ഞാനെന്തിനു പോണം? അതൊന്നും ഞാൻ പോകത്തില്ല. കളിക്കല്ലേ, വേഗം അളേനെ വിളിച്ചോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്നെ വിളിച്ചോളാം. ഐറ, വാ നമുക്കേ അച്ഛന്റെ അടുത്ത് പോട്ടോ. ഐറ, കാന്താരിക്കുട്ടി, കാന്താരി പെണ്ണേ, കാന്താരി, I love you. I love you, my sweetheart. And I miss you so much. നിന്നെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല ട്ടോ. നീ ഈ ഗോതമ്പിന്റെ കുഞ്ഞി പെണ്ണാ, നിന്നെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല ട്ടോ. അല്ല, മാമന്റെ സ്വത്തിന് മാമന് ഇഷ്ടാണോ? മാമനോട് എപ്പോഴാ ഒന്ന് ഐ ലവ് യു എന്ന് പറയാൻ പോന്നേ? ലവ് യു ടു പൊന്നെ.